കൊച്ചുമലി കൊച്ചുമലിനെ ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? നല്ല മണം. പൂക്കൾ ഇത്രയ്ക്ക് ഇഷ്ടം? അതെ, പക്ഷേ എത്ര പെട്ടെന്നാണ് ഇത് വാടിക്കരിയുന്നത്. ചില കാട്ടുപൂക്കളുണ്ട്, ഒത്തിരി നാൾ വാടാതെ നിൽക്കും. അതിന് മണം കാണില്ല. മലെ, എന്നും എനിക്ക് പൂക്കൾ കൊണ്ടുവരുന്നു. വരാം. നാളെ എവിടെ കാണും? നാളെയോ? നാളെ ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ രാവിലെ പോകൊണ്ട് തരാം. ഞാനിത് കുഞ്ഞിന് വേണ്ടി വാങ്ങിയതാണ്. അവളെ വിളിക്കൂ. വേണ്ട മുതലാളി, രാത്രിക്കൊന്നും കിട്ടുമല്ലോ. നീ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞു. രാധേ, വാസു പറഞ്ഞത് നേരാണോ? അതെ, ഇത്രയും നാൾ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചു. ഇനി എനിക്കിത് കേൾക്കാൻ വയ്യ. മുതലാളിയുടെ വീടായതുകൊണ്ടാണല്ലോ ഇവിടെ എപ്പോഴും വരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം. അച്ഛനല്ലേ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്? ക്ഷമിക്കണം മുതലാളി, രാധയും കുഞ്ഞിനെയും പോറ്റാൻ ഇന്നെനിക്ക് കഴിവുണ്ട്. മുതലാളി മേലാൽ ഇവിടെ വരരുത്. പണ്ട് ഈ തോട്ടത്തിൽ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. അയാൾ ഒരു പാവപ്പെട്ട കൂലിക്കാരിയുമായി ബന്ധപ്പെട്ടു. അവൾ ഗർഭിണിയായി. താഴ്ന്ന ജാതിക്കാരിയായതുകൊണ്ട് അയാൾക്ക് അവളെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ല. റൈറ്ററുടെ വിശ്വസ്തനായ ഒരു വേലക്കാരൻ അയാളെ രക്ഷിക്കാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. പ്രസവത്തോടെ അവൾ മരിച്ചു. അനാഥയായ ആ കുഞ്ഞിനെ അയാൾ വളർത്തി. ആ റൈറ്റർ തോട്ടുടമയായി. മകൾ വളർന്നു. അവളെ എന്നും കാണാൻ ആ അച്ഛനോട് എത്തുമായിരുന്നു. എല്ലാ അപവാദങ്ങളും സഹിച്ചുണ്ട്. അന്നത്തെ ആ വേലക്കാരനാണ് ഈ നിൽക്കുന്ന ഗോവിന്ദൻ. ആ കുഞ്ഞാണ് ആ ക്രൂരനായ അച്ഛനാണ് ദൈവം എനിക്ക് മാപ്പ് തരട്ടെ.
കൊച്ചുമുതലാളി ഇന്നിപ്പോ കുറച്ചേ കിട്ടിയുള്ളൂ. ഏ കൊച്ചുമുതലാളി എടീ ചെല്ലമ്മേ, ഇന്ന് ഞാൻ പറയുന്നത് നീ അനുസരിക്കുമോ എന്ന് എനിക്കറിയണം. ഷാപ്പടങ്ങ് എന്താ കാര്യം? മുതലാളിയുടെ മകൻ ജെയിംസ് കുട്ടി മരിച്ചു. നേരോ? അത് ഇന്ന് രാവിലെ. ഞാനിപ്പോഴേ അറിഞ്ഞേക്കാം. ആ ചെറുക്കൻ കുടിച്ചാണ് മരിച്ചത്. അതുപോലെ ഞാനും ഈ നാട്ടുകാരും നശിക്കാതിരിക്കാൻ ഈ ഷാപ്പ് ഒരിക്കലും തുറക്കാതെ പോകുന്നു. എന്റെ പൊന്നുമോനെ, എന്റെ മോൻ പോയി. എനിക്കിനി അറിയില്ല. ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്. ഇത്രയും കാലം നിന്നിൽ നിന്ന് ഞാനൊരു തെറ്റ് മറച്ചു വെച്ചു. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനോട് ചെയ്യേണ്ട കടമ അഭിമാനത്തിന്റെ പേരിൽ ഞാൻ നിർവഹിച്ചില്ല. ആരുടെ കാര്യമാണ് നിങ്ങളീ പറയുന്നത്? നീ എന്നും സംശയത്തോടെ മാത്രം നോക്കിയിട്ടുള്ള ആ പെണ്ണ് രാധ എന്റെ മോളാണ്. അതെ ചാമി, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട തോട്ടവേലക്കാരിയിൽ എനിക്ക് ജനിച്ച എന്റെ മകളാണ് അവൾ. നിന്നെ നൊമ്പരപ്പെടുത്തരുതെന്ന് കരുതി ആ സത്യത്തെ വിളിച്ചു വെച്ചു. ചാമി, ദൈവനീതിയുടെ പേരിൽ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മകന്റെ സ്ഥാനത്ത് ആ പാവപ്പെട്ട പെണ്ണിനെ നീ സ്വീകരിക്കുമ്പോ അച്ചാമേ, നീ സ്വീകരിക്കുമ്പോ അച്ചാമേ. ആ മുനിയൻ അതെ പോട്ടെ, പേടിക്കണ്ട. ഞാൻ മരിച്ചുപോയെന്നായിരിക്കും നിങ്ങളെല്ലാം കരുതിയത്. നിങ്ങളുടെ ശവം വെള്ളത്തിൽ പോയി കിടന്നത്
അമ്മ തിരിച്ചറിഞ്ഞത് കേട്ടല്ലോ. അതേതോ പാവങ്ങളുടേതായിരിക്കും. ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നു. രാധയെ ഒന്ന് കാണാം. രാധയോ? അവളുടെ വിവാഹം കഴിഞ്ഞല്ലോ. ആ വാർത്തയാണോ കിട്ടിയത്?